വാമേ. ശങ്കരപാണ്ഡ്യ അവിടെ ഇരുന്നു. ഇത്ര ചെറുപ്പത്തിലേ പോയി. എന്ത് ചെയ്യാനാ? ആ ചെയറെടുത്തിട്ടെ. മാമ ധനലക്ഷ്മിയോടെ? നിങ്ങളുടെ മകളെ എന്റെ മകന് വലിയ കാര്യാ. കാണുന്നില്ലല്ലോ. ധനലക്ഷ്മി ചേച്ചി എവിടെ? മോളിലുണ്ട്. മേലെയോ? നടന്നത് വിചാരിച്ച് കരയാതെ ധനം. ഹായ് ചലോ. മണവാട്ടിത്തോഴികൾ ചിരിച്ചെന്റെ മയക്കിയപ്പെണ്ട്. എന്താ ചെല്ലം മാറിപ്പോന്നെ? ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും മുത്തുപ്പാണ്ഡ്യ വേണമെന്ന് പറയുമ്പോ നിനക്ക് മാത്രം എന്താ എന്നെ വേണ്ടാത്തെ? വീരനാടി ഞാൻ. കോടതി വാതിക്ക മുതൽ കോവിൽ വാതിക്ക വരെ കൊല ചെയ്തിട്ടുണ്ട്. 32 കേസുണ്ട് സാക്ഷികളോടെ. എന്നാ ഒരുത്തനും കോടതി സാക്ഷി പറയില്ല. കാരണം മുത്തുപ്പാണ്ഡ്യ കൊന്ന് കുഴിച്ചു മൂടുമെന്നറിയാം. മരിച്ചു പോയവരൊക്കെ തിരിച്ചു വരുന്നാണോ കരുതണേ? പണ്ടുള്ളവരൊക്കെ പറയും മരണം നടന്ന വീട്ടിലെ ഉടനെ ഒരു നല്ലത് നടക്കണോന്ന്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ കല്യാണം കഴിപ്പിച്ചേക്കാന്നേ. സിംഹമാടി, ആൻസിംഹം. നിന്റെ കൂടെ പഠിച്ചിരുന്ന അടിപൊളി സാധനം ഉണ്ടല്ലോ, ഒരു ചരക്ക്. പൊക്കിയവളെ ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്നു. കണ്ടിഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ പോലെ ശരീരത്തിൽ തൊടാതെ വിട്ടിട്ടില്ല ഈ മുത്തുപ്പാണ്ഡ്യ. ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നേ വരെ നിന്റെ ശരീരത്തിലൊന്നും തൊട്ടിട്ടുണ്ടോ? ഐ ലവ് യു. എന്താടാ പമ്മി കളിക്കുന്നേ? എന്താ നോക്കുന്നേ? അങ്ങനെ നോക്കരുത്. തൂക്കെടുത്ത് വെളി കളടാവനെ. വെളി കള. നല്ല പ്രായത്തില് കാണുന്നവരെയൊക്കെ കൂടെ പൊറപ്പിക്കണമെന്ന് തോന്നും. എന്നാല് കല്യാണം കഴിച്ച് മരണം വരെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്നെ പോലെ ഇവിടെ കാണുമ്പോൾ മാത്രമാ. നീ എന്റെ ഉള്ളിലാ ചെല്ലം. നിങ്ങളുടെ മകളെക്കാളും എന്റെ മകന് 20 വയസ്സ് മൂപ്പാ. അതിലിപ്പോ എന്താ? എന്റെ ഭർത്താവിനും എനിക്കും തമ്മിൽ 24 വയസ്സ് വ്യത്യാസാ. ഞങ്ങള് സന്തോഷത്തോടെയല്ലേ ഇപ്പോഴും ജീവിക്കുന്നത്. എന്താ നീ എന്നെ മനസ്സിലാക്കാത്തത്? നോക്ക്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ എന്റെ കൊട്ടാരത്തിലെ മഹാറാണി. നമ്മുടെ കല്യാണത്തിന് ആരെതിർത്താലും കൊന്നുകളയും ഞാൻ അവളെ. എന്താന്നോ? ഐ ലവ് യു. അമ്മ വിളിക്കുന്നു. അമ്മ വിളിക്കുന്നുണ്ട്, വരാവേ. ഐ ലവ് യു. നാളെ രാവിലെ അങ്ങേര് ഇവിടെ നേരിട്ടെത്തും. സംസാരിച്ച് നിശ്ചയം നടത്താലോ. മോനെ നമുക്ക് പോകാം. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ മാമി, വരട്ടെ മാമ. ഞാൻ ഒരു തീരുമാനം എടുത്തച്ച. ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ചേക്കാം. എന്താ മോളെ പറയുന്നത്? നിങ്ങളെങ്കിലും എനിക്ക് വേണോ അച്ഛ? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ കൂടെ തന്നെ കഴിയുന്നതാ. എനിക്ക് വേറെ വഴി അറിയില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആഹാ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അണ്ണാ നമസ്കാരം. അണ്ണാ നാളെ മിനിസ്റ്റർ വരുന്നോണ്ട് വീടിന് വെള്ളയടിച്ച് തോരണം കെട്ടാൻ മുത്തുപാണ്ഡ്യ അണ്ണ പറഞ്ഞു. എടാ, ഇവർക്ക് താമസിക്കാൻ ഒരു മുറി ഒഴിച്ചും ബാക്കിയെല്ലാം വെള്ള പൂശേരെ കേട്ടോ. മനസ്സിലായല്ലോ? കുഴപ്പം വന്നോണ്ടല്ലോ. നീ അവിടെ നോക്ക്. ചെല്ലേ, ഇവിടെ സാധനമൊക്കെ എടുത്തിട്ട് പോ. മാറ്റേ. എടാ, സ്മോളറിയൊക്കെ നാളെ നേരം വെളുത്തിട്ട് എളുപ്പം ജോലി തീർക്കാൻ നോക്ക്. ഇവിടെ മിനിസ്റ്റർ ഒരു കട്ടൗട്ട് വെക്കണം. ഒന്ന് വേഗമാട്ടെ. ലക്ഷ്മി, നിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ ഇതിലുണ്ട്? ഈ പണം വെച്ചോ. ഞാൻ അമേരിക്കയിൽ വിളിച്ചിരുന്നു. വല്യച്ഛനെ വിളിച്ചിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി. നീ ഉടനെ പുറപ്പെട്ടോ. നിങ്ങളെ വിട്ടിട്ട് എങ്ങനെയാ വിഷമിക്കണ്ട. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നീ അവന്റെ കയ്യിൽ അകപ്പെടാതിരുന്നാ മതി. നോക്കുമ്പോളെ
അച്ഛനെല്ലാം ആലോചിച്ചിട്ടാ പറയുന്നേ. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ലടാ. കൂട്ടിക്കൊണ്ട് പോയിക്കോ. ധൈര്യമായിട്ട് പോക്കോ. അണ്ണാ അണ്ണാ ആ ചേച്ചി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറി നിൽക്കോ. ഈ മുറിയുള്ളൂ ബാക്കി. ഡാ എന്ന് വേഗം വാട്ടെ. വാടാ. ആ എളുപ്പാട്ടെ. ഇതെല്ലാം എടുത്ത് വെളിയിട്. ആ വേഗം. ഏയ് ലോഡ് വന്നു, ഇറക്ക. ഇവിടെ ആരും കാണാനില്ലല്ലോ, എവിടെ പോയി? അയക്കാൻ പറഞ്ഞ ലോഡൊക്കെ അയച്ചോ? അയച്ചു. चलो 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 ചാവി എവിടെ? ചെല്ലോ. ചെല്ലോ. ചെല്ലോ ചെല്ലോ. ചേട്ടാ ഒന്ന് രക്ഷിക്കൂ. പ്ലീസ് പ്ലീസ് ചേച്ചി. എന്തിനാ ചെല്ല ഇങ്ങനെ ഓടുന്നേ? ഇതിപ്പോ നീ ഓടുമ്പോ എന്റെ കാല വേദന എടുക്കുന്നേ. നീ എന്തിനാ ഓടുന്നേ? ബാഗ് തൂക്കിട്ട് എന്തിനാ കരയുന്നേ? ഞാൻ അങ്ങനെ നീ പറയരുത്. എന്താ പറഞ്ഞ നീ? അങ്ങനെ നീ പറയരുത് കേട്ടോ. നിന്നെ വിട്ടപ്പോ ഞാൻ എന്ത് ചെയ്യൂടാ? ഐ ലവ് യുടാ. നമ്മുടെ രണ്ടുപേരുടെ കല്യാണം നടക്കാൻ പോവാ. എല്ലാവരോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ഉടനെ വരും. ചത്തുപോയ നിന്റെ ചേട്ടന്മാര് നമുക്ക് കുട്ടികളായിട്ട് ജനിക്കൂടാ. അതിനിടയ്ക്ക് നീ ഓടിയാലെങ്ങനാ? വേണ്ട ചെല്ലം വാ. വാടക്കണ്ണേ വാ എന്റെ കള്ളി പെണ്ണേ. വാടി വാടി കണ്ണേ. വാടി വാടി മര്യാദക്ക് ഇങ്ങോട്ട്. വണ്ടി എടുക്കടാ. അണ്ണാ നമസ്കാരം. കേറടി വണ്ടിയിൽ. ചലോ കേറ്. വേണ്ടിപ്പോരുത്. കേറകണം. ഉള്ളോട്ട് കയറിയിരിക്കാൻ. എന്നെ എതിർക്കരുത് നീ. എനിക്കിഷ്ടമല്ല. കേറി.
പട്ടാപ്പകര് നാറ് റോഡിൽ മുത്തുപാണ്ടി തല്ലിയിട്ടല്ലോ. ആരാടാ ഇവൻ? ഏതായാലും ഈ നാട്ടുകാരനായിരിക്കത്തില്ല, അത് ഉറപ്പാ. വണ്ടിടാ. ആ